ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. ഇന്ന് മാങ്ങ വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീനാഥരേ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. ഇന്ന് നമുക്ക് മാങ്ങ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലൊരു മാങ്ങ വെച്ചിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പം ഞാൻ ഇതുപോലെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് മാങ്ങ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തക്കാളിയും തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി തക്കാളി ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ തോലൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു ചോപ്പറാണ്. ചോപ്പർ എടുത്തിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന തക്കാളി, വെളുത്തുള്ളിയും മുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മാങ്ങയാണ്. മാങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ തോലില്ലാതെ ഇതുപോലെ ഒരു ടീസ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു സവോള കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങളുടെ കൈവശമുള്ളത് എങ്കിൽ 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
മല്ലിയില നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പർ ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടാണെങ്കിലും ഇത് ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ്. ഞാൻ ചോപ്പറിലിട്ടിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ വെച്ചിട്ടുള്ള ഒരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള നല്ല റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.